തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്ന മനോഹര ഗ്രാമം. പച്ചപ്പ് നിറഞ്ഞ വഴികളും കൃഷിഭൂമികളും. ശാന്തസുന്ദരമായ ഈ ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്താം. നൂറ്റാണ്ടുകളുടെ പഴക്കം പേറുന്ന ഒരു പുരാതന ഗുഹാക്ഷേത്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 150 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം. ക്ഷേത്രഗോപുരത്തിലൂടെ പ്രവേശിച്ച് അലങ്കാര തൂണുകളുള്ള ആനക്കൊട്ടിൽ കടന്ന് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചെത്തുമ്പോൾ ആദ്യം ദൃഷ്ടിയിൽപ്പെടുന്നത് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയാണ്. മാതൃശാല എന്നാണ് ഇതറിയപ്പെടുന്നത്. പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി സപ്തമാതൃക്കളെ വന്ദിച്ച് വീണ്ടും മുകളിലോട്ട് കയറാം. നാം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തെത്തും. ഇവിടെ നിന്നാൽ തൃക്കൂർ ഗ്രാമത്തിന്റെ മുഴുവൻ ഹരിതഭംഗിയും നമുക്ക് ആസ്വദിക്കാം. ഈ കാണുന്നത് ഗുഹാക്ഷേത്രം കുടികൊള്ളുന്ന പാറയ്ക്ക് മുകളിലുള്ള ഒരു പ്രകൃതിദത്തമായ ജലസംഭരണിയാണ്. ശ്രീ മഹാദേവ പ്രതിഷ്ഠയ്ക്ക് നേരെ മുകളിലുള്ള ഈ ജലസംഭരണി ഏത് വേനലിലും വറ്റില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ശിരസിലെ ഗംഗാ സങ്കല്പമാണ് ഇതിനുള്ളത്. തൃക്കൂർ ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീ മഹാദേവനാണ്. കാമദേവനെ ഹരിച്ച ഭഗവാനൊപ്പം ശ്രീകോവിലിൽ അഗ്നിദേവന്റെ സാന്നിധ്യവും ഉണ്ട്. ഭഗവാന്റെ ക്രോധം ശമിപ്പിക്കുന്നതിന് ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. പാറക്കെട്ടുകൾ ഇറങ്ങിച്ചെന്നാൽ പ്രദക്ഷിണ വഴിക്ക് അരികിലായി നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രതിഷ്ഠകളുള്ള ഒരു സർപ്പക്കാവ് കാണാം. അവിടെ തൊഴുതതിനു ശേഷം വീണ്ടും മുന്നോട്ട് നടന്നാൽ ഇടതുഭാഗത്തായി താഴേക്ക് 100-ലധികം നടകൾ ഇറങ്ങി നടക്കാം. ഇരുവശത്തും നിബിഡമായ കാടുകൾ. കാടുകളിൽ നിന്ന് മയിലിൻ്റെയും കുയിലിൻ്റെയും മറ്റു പക്ഷികളുടെയും എല്ലാം ശബ്ദങ്ങളും കേൾക്കാം. നടയിറങ്ങി താഴത്തെത്തുമ്പോൾ ഒരു ദേവീക്ഷേത്രമുണ്ട്. പുറയങ്കാവ് ദേവീക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഈ ദേവി ഉഗ്രമൂർത്തിയാണെന്നാണ് സങ്കല്പം. ദേവിയെ വന്ദിച്ച് വീണ്ടും നടകൾ കയറി മഹാദേവന്റെ മതിൽക്കകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണം തുടരാം. അതിബൃഹത്തായ ശിലയിലുള്ള ഈ ഗുഹാക്ഷേത്രത്തിന് ചുറ്റും കരിങ്കല്ലിലുള്ള ക്ഷേത്ര നിർമ്മിതിയും ഉണ്ട്. 3 പുറവും കാടാണ്. ക്ഷേത്രത്തിന് മുൻഭാഗത്തെത്തുമ്പോൾ വലിയ വേലുക്കല്ലും കൊടിമരവും കണ്ട് വന്ദിക്കാം. തുടർന്ന് കിഴക്കേ നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. അവിടെ വലിയൊരു ഗുഹയ്ക്കുള്ളിൽ നിറഞ്ഞു കത്തുന്ന ദീപപ്രഭയിൽ ശ്രീ മഹാദേവന്റെ ഉജ്ജ്വലമായ പ്രതിഷ്ഠ നമുക്ക് കാണാം. ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാനാകില്ല. വടക്കോട്ടാണ് ഭഗവാന്റെ ദർശനം. കയർ കൊണ്ടുള്ള തുലാഭാരമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്.
ശ്വാസസംബന്ധമായ തകരാറുകളിൽ നിന്ന് മോചനം നേടുന്നതിനാണ് ഈ വഴിപാടിവിടെ ഭക്തർ സമർപ്പിക്കുന്നത്. മനോഹരമായ ഊട്ടുപുരയും ധ്വജസ്തംഭവുമുള്ള ഈ ക്ഷേത്രത്തിന് ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സമൃദ്ധിയുണ്ട്. വിദൂരസ്ഥലികളിൽ നിന്നും ഈ ഗുഹാക്ഷേത്രത്തെ കേട്ടറിഞ്ഞ് നിരവധി ഭക്തരിവിടെ എത്തുന്നു. ഒട്ടേറെ സവിശേഷതകളുള്ള തൃക്കൂർ ശ്രീ മഹാദേവനെ ഒരു നോക്ക് കാണുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം തൃശൂർ ടൗണിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുമ്പായി ദേശീയപാതയിൽ നിന്ന് കുറച്ച് കിഴക്കുമാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.